കുറച്ചു കാലമായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സാം ലോണ്ടെ ഒരുപാട് മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തി നോക്കി. അപ്പോഴാണ് അദ്ദേഹം അറിഞ്ഞത് അദ്ദേഹത്തിന് ഈസോഫാഗൽ ക്യാൻസർ ആണെന്ന്. ആ കാലത്ത് 1974 ഈ രോഗം കാരണം ജീവൻ നഷ്ടമാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. ഇതറിഞ്ഞ് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം സാം ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷെ പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടേഴ്സ് മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ അന്നനാളത്തിൽ അഥവാ ഈസോഫാഗൽ ക്യാൻസർ ഇല്ലായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ലങ്സിലും ലിവറിലും ചെറിയ ക്യാൻസർ സ്പോട്സ് ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാവരും കരുതിയതുപോലെ അത്ര മാരകമായിരുന്നില്ല. ട്രീറ്റ്മെന്റിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ ക്ലിഫ്റ്റൺ പറഞ്ഞത്, എനിക്കും മറ്റു ഡോക്ടേഴ്സിനും തോന്നിയിരുന്നത് അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നുവെന്നാണ്. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പൂർണ്ണ വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന് ക്യാൻസർ ആണ്, ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് സാമും വിശ്വസിച്ചു തുടങ്ങിയിരുന്നു. ഒടുവിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. നമ്മുടെ ചിന്തകളുടെയും അതിന്റെ ഉത്ഭവസ്ഥാനമായ വിശ്വാസത്തിന്റെ അഥവാ ബിലീഫ് സിസ്റ്റത്തിന്റെ പവർ എത്രമാത്രമാണെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. നിങ്ങളുടെ തലച്ചോറിൽ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ എംപവറിംഗ് ബിലീഫ് സിസ്റ്റമാണ് ഉള്ളതെങ്കിൽ മികച്ചൊരു ജീവിതം നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. ഇനി മോശമായ നെഗറ്റീവായ ഒരു ബിലീഫ് സിസ്റ്റമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അതിന് നിങ്ങളുടെ ജീവൻ എടുക്കാനും സാധിക്കും. നെപ്പോളിയൻ ഹില്ല് തന്റെ പുസ്തകമായ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിന്റെ അവസാനത്തെ ചാപ്റ്ററിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് പറയുന്നത്. എല്ലാ സക്സസ്ഫുൾ ആയ സ്റ്റുഡൻസിന്റെയും ഓൺട്രപ്രണേഴ്സിന്റെയും ആർട്ടിസ്റ്റുകളുടെയും ഉള്ളിൽ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ട്. അവർ നിരന്തരം ഡിസ്ട്രാക്ഷൻസിനെയും നെഗറ്റീവ് ഇൻഫ്ലുവൻസിനെയും അവരുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം അവർക്കറിയാവുന്നൊരു കാര്യം, ആവശ്യമില്ലാത്ത ചിന്തകളും അനാവശ്യ ചർച്ചകളെക്കാളും പ്ലാനിങ്ങിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ശാന്തമായിരുന്ന് സ്വന്തം ജോലി ചെയ്യുന്നതാണ്. ഒരുപാട് ആളുകൾ തോമസ് ആൽവ എഡിസനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചൊരു കാര്യമാണ്, ഒരിക്കലും നമുക്കൊരു ശബ്ദത്തെയും റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന്. അതുകൊണ്ട് എന്തിനാണ് താങ്കൾ ആവശ്യമില്ലാത്ത പ്രൊജക്റ്റുകളിൽ സമയം പാഴാക്കുന്നത്? എന്നാൽ എഡിസൺ വിശ്വസിച്ചിരുന്നത് സങ്കല്പിക്കാൻ കഴിയുന്ന എന്ത് കാര്യവും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നാണ്. പലരും അർണോൾഡ് ഷാസ്നഗറിനോട് പറഞ്ഞൊരു കാര്യമാണ്, താങ്കളുടെ പോലെയുള്ള ആക്സന്റും മുഖവും വെച്ചുകൊണ്ട് ഒരിക്കലും ഒരാൾക്ക് ഹോളിവുഡ് ആക്ടർ ആകാൻ കഴിയില്ല. കുറെ വർഷങ്ങൾക്ക് ശേഷം മറ്റു ചിലർ വീണ്ടും അദ്ദേഹത്തിനെ ഉപദേശിച്ചു, താങ്കളെപ്പോലെ ഹോളിവുഡ് ആക്ടേഴ്സിന് ഒരിക്കലും ഒരു ഗവർണറോ പൊളിറ്റീഷ്യനോ ആകാൻ കഴിയില്ല എന്ന്. കാലിഫോർണിയയുടെ ഗവർണർ ആയതിനു ശേഷം അർണോൾഡ് പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാറില്ല. ദുർബലരായ വ്യക്തികൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്തെന്നാൽ അവരെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുകയും അതേപോലെ നെഗറ്റീവ് ചിന്തകൾക്കായി തന്റെ തലച്ചോറ് തുറന്നു വെച്ച് കൊടുക്കുകയും ചെയ്യും. ആർക്കും സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തുറന്നു വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ക്രിമിനൽസിൽ നിന്ന് രക്ഷ നേടാൻ നമുക്കിവിടെ പോലീസും ലീഗൽ സിസ്റ്റവും ഉണ്ട്. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഭയവും വെറുപ്പും കൺഫ്യൂഷനും നിറയ്ക്കുന്ന ചില ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അറിഞ്ഞും അറിയാത്തവരിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ എന്താണ് ഒരു മാർഗം? ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ മോശം ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കയറിക്കൂടിയാൽ പിന്നെ പയ്യെ അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ മാറ്റിക്കൊണ്ടിരിക്കും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന ഒരു സ്ലോ പോയിസണായി അത് മാറും. ഇനി നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാവുന്ന മറ്റൊരു സംശയം, എന്റെ മനസ്സ് തെറ്റായ ഇൻഫ്ലുവൻസിൽ നിന്നും രക്ഷ നേടാൻ പ്രാപ്തമാണോ? അതറിയണമെങ്കിൽ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആത്മാർത്ഥമായ യെസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം നൽകുക. എന്നിട്ട് യെസ് എത്ര തവണ പറയുന്നുവെന്ന് എണ്ണിക്കൊണ്ടിരിക്കുക. കൂട്ടുകാരെ, ആത്മാർത്ഥമായി മാത്രം ഉത്തരം പറയാൻ ശ്രമിക്കുക. കാരണം അത് ഉപകാരപ്പെടുക നിങ്ങൾക്ക് തന്നെയാണ്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ മിക്കപ്പോഴും ഒരു മോശം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ടോ? രണ്ടാമതായി, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം നേരിടുമ്പോൾ നിങ്ങൾ മറ്റാരെയെങ്കിലും കുറ്റപ്പെടുത്താറുണ്ടോ? നിങ്ങൾ മിക്കപ്പോഴും നിങ്ങളുടെ ജോലി എന്തായിരുന്നു എന്ന് മറന്നു പോകാറുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരെ മിക്കപ്പോഴും പരിഹസിക്കാറുണ്ടോ? നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാനും പുതിയ വസ്തുക്കൾ വാങ്ങാനുമൊക്കെ നിരന്തരം തോന്നാറുണ്ടോ? നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ നിങ്ങളോട് തന്നെ സഹതാപം തോന്നാറുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെക്കാൾ മികച്ച സമർത്ഥരായ വ്യക്തികളെ കാണുമ്പോൾ അസൂയ തോന്നാറുണ്ടോ? ചില ആളുകളെ കണ്ടുമുട്ടുന്നതിന് നിങ്ങൾക്ക് ഭയം തോന്നാറുണ്ടോ? നിങ്ങൾ മിക്കപ്പോഴും ജയിക്കുന്നതിനെക്കുറിച്ചും തോൽക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കാറുണ്ടോ? നിങ്ങൾ മാറി മാറി ഒരുപാട് സന്തുഷ്ടവാനും ഒരുപാട് ദുഃഖിതനുമാകാറുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും ചെയ്യാൻ തോന്നാറുണ്ടോ? നിങ്ങൾ പുതുതായി എന്തെങ്കിലും ചെയ്തു തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? നിങ്ങളുടെ തെറ്റുകളെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നാറുണ്ടോ? ആളുകൾ നിങ്ങളുടെ സമയത്തിന് വില നൽകുന്നില്ല എന്ന് പലപ്പോഴും നിങ്ങൾക്ക് തോന്നാറുണ്ടോ? നിങ്ങൾ മറ്റൊരാളുടെ വണ്ടിയോ ഫോണോ സ്ഥാനമോ കണ്ടിട്ട് ഇംപ്രസ് ആകാറുണ്ടോ? ഇതിൽ 4ൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എസ് എന്നാണെങ്കിൽ സൂക്ഷിക്കണം. കാരണം ഇത് ലോ സെൽഫ് എസ്റ്റീമിന്റെയും
ലോ സെൽഫ് കൺട്രോളിൻ്റെയും ലക്ഷണങ്ങളാണ്. നമ്മൾ സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് സ്വയം സ്നേഹിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സ് അവിടെയും ഇവിടെയുമായി അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ എളുപ്പത്തിൽ ഭയപ്പെടുത്താനും പറ്റിക്കാനും സ്വാധീനിക്കാനും സാധിക്കും. എന്നാൽ അടുത്ത ചോദ്യം, ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം? പ്രൊഡക്റ്റീവ് അല്ലാത്ത അനാവശ്യ ചർച്ചകളിൽ നിന്നും ദൂരം പാലിക്കുക. ജീവിതം എന്തുമാത്രം കഠിനമാണ്, അന്യായമാണ് എന്നൊക്കെയുള്ള കോളേജിലും ഓഫീസിലും ചായക്കടയിലും ഒക്കെ നമ്മൾ കാണുന്ന ചർച്ചകളിൽ നിന്നും അകലുക. എന്നാൽ നിങ്ങളുടെ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് കടക്കാനായി പ്രയത്നിക്കേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് അൺപ്രൊഡക്റ്റീവായ ഡിസ്കഷൻസ് പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങളുടെ ജീവിതത്തിനെ മുന്നോട്ട് ചലിക്കാൻ സഹായിക്കുന്ന അറിവുകൾ ലഭിക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുക. നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് 100% പെർഫെക്റ്റ് ആയ ഒരു ജീവിതം നയിക്കുന്നുവെന്ന് നമുക്ക് തോന്നുന്ന വ്യക്തികളാണ്. എന്നാൽ ഒരു വ്യക്തിയും 100% പെർഫെക്റ്റ് ആയിരിക്കില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു നല്ല വശവും മോശം വശവും ഉണ്ടായിരിക്കും. ഈ സത്യം തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ മെച്യൂരിറ്റി. എല്ലാവരുടെയും ഉള്ളിൽ ഭയവും ഇൻസെക്യൂരിറ്റീസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരുടെ ഉപദേശവും ഒറ്റയടിക്ക് അക്സെപ്റ്റ് ചെയ്യാനും ഒറ്റയടിക്ക് റിജക്റ്റ് ചെയ്യാനും പാടില്ല. അടുത്തതായി, നിങ്ങളെ ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്ന വ്യക്തികളുമായി കൂട്ടുകൂടാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളവർ എപ്പോഴും നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുകയും നിരന്തരം നിങ്ങളെ നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്നും പുറത്തു വരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.